വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ് 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി. 5 എംപിമാർക്കും 2 MLA മാർക്കുമാണ് AICC ചുമതല നൽകിയത്. വിവരങ്ങളുമായി നിതിൻ അംജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഏത് തരത്തിലാണിപ്പോൾ കോൺഗ്രസ് പൂർത്തിയാക്കുന്നത്? അതോടൊപ്പം എന്തൊക്കെ തരത്തിലുള്ള അഴിച്ചുപണികളാണിപ്പോൾ നടത്തിയിരിക്കുന്നത്? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏത് നിമിഷവും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ജാർഖണ്ഡ്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ നിമിഷവും പ്രഖ്യാപനമുണ്ടാകാം. ഇത് കണക്കുകൂട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒരു ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. MK രാഘവന് തിരുവമ്പാടിയുടെ ചുമതല, രാജ്മോഹൻ ഉണ്ണിത്താന് കൽപ്പറ്റ, ആന്റണിക്ക് നിലമ്പൂർ, ഡീൻ കുര്യാക്കോസ് സുൽത്താൻ ബത്തേരി, ഹൈബീഡൻ MP വണ്ടൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. MLA മാരായ സണ്ണി ജോസഫിന് മാനന്തവാടിയും CR മഹേഷിന് ഏറനാട് മണ്ഡലത്തിലുമാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ 5 MP മാർക്കും 2 MLA മാർക്കും ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധി തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ഇതിനകം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാന നേതാക്കൾക്കടക്കം ചുമതലകൾ നൽകി ഇതിനകം തന്നെ കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി നിതിൻ, വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി കഴിഞ്ഞു.